വേദപ്രചാരണം ജീവിതവ്രതമാക്കിയ ആചാര്യശ്രീ കേവലം വേദം പഠിപ്പിക്കുക എന്നതിലുപരി വേദപ്രചരണത്തിലൂടെ ഒരു സാമൂഹിക പരിവർത്തനത്തിനാണ് തുടക്കം കുറിച്ചത്. വേദപ്രചാരണത്തിന്റെ ഭാഗമായി 2014 സർവ്വജാതി വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വടക്കൻ മലബാറിലെ ആദ്യ സോമയാഗം ആചാര്യശ്രീ രാജേഷിന്റെ സങ്കല്പത്തിൽ നിന്നും പിറവികൊണ്ടു. 13.5 ലക്ഷം പേർ പങ്കെടുത്ത 6 ലക്ഷം പേർക്ക് ജൈവകൃഷി ചെയ്തുണ്ടാക്കിയ വിഷം തീണ്ടാത്ത അന്നം നൽകാനായ ഈ സോമയാഗത്തിലൂടെ മൃഗബലിക്കെതിരെയും പ്ലാസ്റ്റിക് വൽക്കരണത്തിനെതിരെയുമുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. കൽപ്പിതമായ ജാതീയ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ആയിരങ്ങൾ ഒന്നിച്ചിരുന്ന് ഹവിസർപ്പിക്കുന്ന സമൂഹ അഗ്നിഹോത്രങ്ങൾ കേരളത്തിലുടനീളം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. പവിത്രേഷ്ടി, ബൃഹസ്പതേഷ്ടി, സരസ്വതീ യജ്ഞങ്ങൾ, രുദ്രയജ്ഞങ്ങൾ തുടങ്ങി ഒരു കാലത്ത് ഭാരതത്തിലെങ്ങും നിറഞ്ഞു നിന്നിരുന്ന വൈദിക യജ്ഞങ്ങൾ ആധുനിക ലോകത്ത് പുനരുജ്ജീവിപ്പിക്കാൻ ആചാര്യശ്രീക്ക് കഴിഞ്ഞു. 2016 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത പ്രജ്ഞാനം ബ്രഹ്മ എന്ന സംഗമത്തിന്റെ വേദിയിൽ വച്ച് ജാതി മത ലിംഗഭേദങ്ങൾ കൂടാതെ വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് ആചാര്യശ്രീ പ്രഖ്യാപനം നടത്തി. ഇതേ വേദിയിൽ 2500-ലധികം സ്ത്രീകൾ ഒരുമിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലിയതും ചരിത്ര സംഭവമായി.